ഹായ്, വെൽക്കം ടു ചിന്നൂസ് ചെറി പിക്സ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ സേമിയ പായസത്തിലും ഒക്കെ ടേസ്റ്റിയാണ്. നമ്മുടെ ബോട്ടിൽ ഗാർഡ്, അതായത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ചുരക്ക, ചരങ്ങ എന്നൊക്കെ വിളിക്കുന്ന ആ പച്ചക്കറി കൊണ്ടുള്ള ഒരു പായസം. ഇതിവിടെ ഹൈദരാബാദിലും ആന്ധ്രയിലും നോർത്തിലും ഒക്കെ മിക്കവാറും ഫെസ്റ്റിവലിന് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പായസമാണ്. നമ്മളിത് കഴിച്ചു നോക്കുമ്പോൾ ഇത് ചുരക്കയാണെന്ന് മനസ്സിലാകത്തുകൂടിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി എല്ലാവരെയും ഒന്ന് സർപ്രൈസ് ചെയ്യിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. ഞാൻ അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു വലിയ ബോട്ടിൽ ഗാർഡിൻ്റെ 1/4 ഭാഗത്തിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. നിങ്ങളിതിൻ്റെ പകുതി എടുത്താൽ മതി ഒരു 4-5 പേർക്കുള്ള പായസത്തിനാണെങ്കിൽ. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ തോല് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പിഞ്ചാണെന്നുണ്ടെങ്കിൽ അത് കളയാതെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ പായസത്തിന് അങ്ങനെയല്ല, അത് നല്ലപോലെ മുഴുവനായിട്ടും കളയണം, അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിട്ട് വരും. ആദ്യം പറയുന്ന 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെക്കുക. ചെറിയ കാര്യങ്ങളാണ്, എങ്കിലും കറക്റ്റായിട്ടുള്ള ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് യൂസ്ഫുൾ ആകും. അപ്പോൾ നമ്മളിതെല്ലാം ഉൾഭാഗം എല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ആ ഉള്ളിലുള്ളതെല്ലാം കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഹോൾസാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് വലിയ ഹോളിൽ ഗ്രേറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു വലുപ്പത്തിലാണ് നമുക്കത് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡ്സ് ഇങ്ങനെ മാറി മാറി ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് കുറച്ചുകൂടി ഈസി. അത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുപോലെ കറക്റ്റായിട്ട് ലെങ്തിൽ കിട്ടാനും ഇത് സഹായിക്കും. ഇതിപ്പോൾ ഒരു വലിയ ബോട്ടിൽ ഗാർഡിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിലരിതൊന്ന് തുണിയിലൊക്കെ വെച്ച് പിഴിഞ്ഞൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്കങ്ങനെ ഒരുപാട് വെള്ളമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചവ്വരി ചേർക്കുന്നുണ്ട് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്താൽ മതി ഇതിന് പകരം. ഇത് നമുക്ക് ആദ്യം ഒരു പ്രഷർ കുക്കറിൽ ഒരു വിസിലിന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ നെയ്യ് ചേർത്ത് അതിലേക്ക് സ്പ്ലിറ്റ് കാഷ്യൂസ് ഇട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഉള്ള ഒരു കാഷ്യൂ നട്ട്സിന് പകരം ആൽമണ്ട്സും പിസ്താഷ്യോസും ഒക്കെയാണ് ചേർത്ത് കൊടുക്കാറ്. നമുക്കിപ്പോൾ എന്തായാലും അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് റൈസിൻസ്, മുണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ വീർത്ത് വരുന്ന കാണാനൊരു സന്തോഷമാണ്. നമുക്കിനി ഇതും കോരി മാറ്റാം. എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരക്ക അല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് ഒന്ന് വാട്ടിയെടുക്കാം. ഇതും തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മളിതിങ്ങനെ വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ കളർ, അതായത് പച്ച കളറൊക്കെ ഒന്ന് മങ്ങി ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് വാടി ഒരു ട്രാൻസ്ലൂസൻ്റ് ഒക്കെ ആയി കിട്ടുന്നത് വരെ നമ്മളിത് വഴറ്റുക. ഞാനിവിടെ ഒരു വലിയ ബോട്ടിൽ ഗാർഡിൻ്റെ 1/4 ഭാഗത്തോളം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു 7-8 മിനിറ്റ് ഇത് വഴറ്റാനെടുത്തു. നിങ്ങൾ ഇതിൻ്റെ ഒരു പകുതി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റിലേക്ക് ഇത് വഴണ്ടി കിട്ടും. നമ്മുടെ ചുരക്ക ഇവിടെ കളറൊക്കെ ഒന്ന് മങ്ങി നല്ല സോഫ്റ്റായി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് നേർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇത് പായസം വെക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെ പാത്രം വലുതാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് പാലൊഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. നമ്മുടെ ക്യാബേജൊക്കെ ഒന്ന് വാടി വരുന്ന കളറാണ്, കണ്ടില്ലേ ഇതിന്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ വാട്ടിയെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പായസത്തിൽ കുറച്ച് ക്രഞ്ചി ആയിട്ട് കിടന്നു പോകും. നമുക്കിനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ മൊത്തം 2 ലിറ്റർ പാലാണ് ഈ പായസത്തിൽ ചേർക്കുന്നത്. ഞാനിതുപോലെ തിളപ്പിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാറ്, കാരണം കവർ പാൽ ചിലപ്പോഴൊക്കെ പിരിഞ്ഞു പോകാറുണ്ട്. അപ്പം ഓരോ കവറായിട്ടൊന്ന് തിളപ്പിച്ച് അത് കുഴപ്പമില്ലാത്തതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പായസത്തിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കാറ്. ഞാനാദ്യം 1.5 ലിറ്റർ പാല് ചേർത്ത് കൊടുത്ത് ഈ ചുരക്കയൊക്കെ ഒന്ന് വെന്തതിന് ശേഷമാണ് ലാസ്റ്റ് ബാക്കി 1/2 ലിറ്റർ പാലൂടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചുരക്ക ഇവിടെ ചെറുതായിട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് 250 ml കപ്പാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം. സാഗോ അല്ലെങ്കിൽ ടാപ്പിയോക്ക പേൾസ് എന്ന് പറയാം, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് വെന്ത് പോയി അങ്ങ് കഞ്ഞിവെള്ളം പോലെ ആയല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ നല്ല വെന്ത് ട്രാൻസ്പെറൻറ്റ് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് പാലൊഴിച്ചൊന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പേൾസ് ആയിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാനിവിടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 ലിറ്റർ പാല് മൊത്തം എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പായസം വളരെ ഹെൽത്തിയാണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിലൊക്കെ ഉള്ളവർക്ക് സേമിയ പായസമൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഓൾട്ടർനേറ്റീവാണ്. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മധുരമൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കുക. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കാ പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ പായസം ഇവിടെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയാണ്.
നമ്മൾ സേമിയ പായസത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇത് കുറുക്കിയെടുക്കും. കാരണം സേമിയ തണുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലപോലെ കുറുകാറുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഇത് കുറുകില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യമേ ബാക്കിയുള്ളൂ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പച്ച കളറിലാണ് കിട്ടുന്നത്. അത് വേറൊന്നുമല്ല, കളർ ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്താഷ്യോസ് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ആൽമണ്ട്സും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അതുപോലെ നമ്മുടെ പായസം ടേസ്റ്റി മാത്രമല്ല, ഹെൽത്തിയാണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.